Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വളരെ അഫോർഡബിൾ ആയ ഒരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ നമുക്കറിയാം സ്മാർട്ട് വാച്ചസ് ഇപ്പോൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിൽ, പല ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് അവൈലബിൾ ആവുന്ന. ഈ അടുത്ത് നമ്മൾ ഷവമീൻ്റെ മീ വാച്ച് റിവോൾവ് അൺബോക്സ് ചെയ്തായിരുന്നു. അതും ഇതേപോലെ ഒരു സ്മാർട്ട് വാച്ചാണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,000 രൂപ. എല്ലാവർക്കും ഒരു അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻ്റ് അല്ല. പക്ഷേ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Amazfit എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ Amazfit Neo എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് റെട്രോ ലുക്സ് ആണ്. അതായത് നിങ്ങൾക്ക് ഡിസ്പ്ലേൻ്റെ ബോക്സിൻ്റെ ഇതിനകത്ത് തന്നെ പടം കാണാം. റെട്രോ ലുക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് പണ്ടൊരു 90s ഉണ്ടായിരുന്ന കാഷ്യോൻ്റെ ഒരു വാച്ച് പലർക്കും ഓർമ്മ ഉണ്ടാവും. അതേപോലത്തെ ഒരു ലുക്സിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കളർ ഡിസ്പ്ലേ അല്ല, ഒരു റെട്രോ ലുക്കിംഗ് വാച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,500 രൂപയാണ്. വളരെ അഫോർഡബിൾ ആയ ഒരു സ്മാർട്ട് വാച്ചാണ്. എന്നാൽ സ്മാർട്ട് വാച്ചിൻ്റെ എല്ലാ ഫീച്ചേഴ്സൊന്നും തന്നെ ഇതിനകത്ത് കിട്ടത്തില്ല, പക്ഷേ എങ്കിലും കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതാണ് Amazfit Neo. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അതിനു മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ Amazfit Neo ഹ്യൂമൻ PAI, അതായത് പേഴ്സണൽ ആക്ടിവിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. പിന്നെ ഫീച്ചേഴ്സൊക്കെ ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, സ്ലീപ്പ് മോണിറ്ററിംഗ് ഉണ്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, 28 days ബാറ്ററി ലൈഫ് ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു മാസം നിങ്ങൾക്ക് ബാറ്ററി കിട്ടും. അതേപോലെ തന്നെ 50 meter വാട്ടർ റെസിസ്റ്റൻ്റ് കൂടിയാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 160 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ തന്നെ Android 5.0 അല്ലെങ്കിൽ iOS 10 എബോവ് സപ്പോർട്ട് ചെയ്യും. ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്വിക്ക്ലി അൺബോക്സ് ചെയ്യാം. ഇത് ആമസോണിലാണ് അവൈലബിൾ ആവുന്നത്. ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. Amazfit എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ എനിക്ക് തോന്നുന്നു. ഷവമി ഇൻവെസ്റ്റ് ചെയ്ത ഒരു ബ്രാൻഡ് കൂടിയാണ് Amazfit. അപ്പോൾ ചില സ്ഥലത്ത് ഇത് ഷവമി Amazfit എന്ന് പറഞ്ഞ പറയുമെങ്കിലും ഇന്ത്യയിൽ Amazfit കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ Amazfitന് ഒരുപാട് റേഞ്ച് ഓഫ് വാച്ചുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബോക്സിനകത്ത് വരുന്നത്. ബോക്സിനകത്ത് നമുക്കൊരു വലിയ മാനുവൽ കാണാം. കംപ്ലീറ്റ് ഡീറ്റെയിൽ പല ലാംഗ്വേജിലുള്ള ഒരു മാനുവലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വാച്ച് കാണാം. പിന്നെ ഒരു ചാർജിങ് മെക്കാനിസമാണ് കൊടുത്തിരിക്കുന്നത്. വാച്ച് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് വെക്കാം. ചാർജറും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രൊപ്രൈറ്ററി കേബിളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ടില്ല, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെയാണ് ചാർജ് ചെയ്യണത്. ഒരു പ്രൊപ്രൈറ്ററി കേബിൾ മെക്കാനിസമാണ്. നമുക്ക് ഏത് USB പോർട്ടിലും ചാർജ് ചെയ്യാം. കമ്പ്യൂട്ടറോ പവർ ബാങ്കോ ലാപ്ടോപ്പോ ഏതിലും വേണ്ടി നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ അനായാസം ഇത് ചാർജ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഈ ഫോൺ ഒന്ന് ചാർജ് ചെയ്തിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ വാച്ച് ഇപ്പോൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് 4 ബട്ടണാണ് വരുന്നത്. ഇത് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ അല്ല കേട്ടോ. ഇത്രയും ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആയതുകൊണ്ട് ടച്ച് സ്ക്രീൻ അല്ല. അതേപോലെ തന്നെ കളർ ഡിസ്പ്ലേ അല്ല, മോണോക്രോമാണ്. ഇവിടെ ഹാർട്ട് റേറ്റ് സെൻസർ കാണാം. ഞാൻ നേരത്തെ പോലെ ചാർജിങ് പോർട്ടും കാണാം. പിന്നെ വാച്ചിൻ്റെ സ്ട്രാപ്പെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ആട്ടോ. നമുക്ക് നിറച്ച് എല്ലാ സൈസിലും നമുക്ക് ഇടാവുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ടൈയും ചെയ്യാം. അതേപോലെ നല്ല ഫിറ്റിങ്ങും കിട്ടും. നല്ലൊരു സ്ട്രാപ്പൊക്കെയാണ്. ക്വാളിറ്റിക്ക് പ്ലാസ്റ്റിക്കാണ്. ഇവിടെ റബ്ബറൈസ്ഡ് TPU മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് വൈസ് നല്ലതാണ്. പിന്നെ ഇവിടെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഫങ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് ഞാൻ മേളിൽ കാണിക്കാം. കാലറി, ഡിസ്റ്റൻസ്, സ്റ്റെപ്സ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, PAI എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഇൻഡെക്സ്, അതേപോലെ തന്നെ അലാംസ്, സ്റ്റോപ്പ് വാച്ച്, പിന്നെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, വെതർ ഇൻഫർമേഷൻ, കാലറീസ്. അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ. പിന്നെ സെലക്ട് എന്ന് പറഞ്ഞ ബട്ടൺ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ അലാം സെറ്റ് ചെയ്യണമെങ്കിൽ അലാം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ ഇത് ബാക്ക് ബട്ടൺ. സെലക്ട് ബട്ടൺ തന്നെയാണ് പവർ ഓഫ് ആൻഡ് പവർ ഓൺ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി താഴെ കാണാം. താഴെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ടൈമും ഡേറ്റും AM and PM ഇത്രയും ഓപ്ഷൻസ് ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സ്മാർട്ട് വാച്ച് പെയർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് വാച്ചാണ്. കാര്യമായൊരു ഫീച്ചേഴ്സ് ഒന്നുമില്ല, എങ്കിൽ സ്മാർട്ടാണെന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ടോ. ആക്ച്വലി കോളിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കണക്ട് ചെയ്യണതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആപ്പിൻ്റെ പേര് ZEP എന്നാണ്. നിങ്ങൾ കണ്ടില്ലേ, ZEP എന്ന് പറഞ്ഞ ആപ്പാണ്. ആപ്പ് തുറക്കുമ്പോൾ തന്നെ
നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഇപ്പോൾ സ്റ്റെപ്സ് എല്ലാം കാണും, പിന്നെ ഹോം പേജിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണും. ആക്ടിവിറ്റി ഇൻഡെക്സ്, സ്ലീപ്പ് സ്കോർ, ഹാർട്ട് റേറ്റ് എല്ലാം തന്നെ കാണാം നമുക്ക്. അതേപോലെ ബോഡി കോമ്പോസിഷൻ, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ കാണാം. പിന്നെ ഇവിടെ നമുക്ക് അലാം ക്ലോക്ക്, ഫൈൻഡ് ഡിവൈസ്, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്, ടാർഗറ്റ് സെറ്റിംഗ്, ഇൻകമിംഗ് കോൾ അലേർട്ട് നമുക്കിവിടെ കാണാം. ആപ്പ് അലേർട്ട്സ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇത്രയൊന്നും കാര്യങ്ങളൊന്നും ഈ ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഇത്രയും ബേസിക് ഫങ്ഷനാലിറ്റിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പേഴ്സണൽ ഗോൾസൊക്കെ സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എത്ര സ്റ്റെപ്സ് ഒരു ദിവസം എടുക്കണം എന്നൊക്കെയുള്ള ഗോൾസൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യണം, അതായത് നിങ്ങൾക്ക് വാക്കിങ്ങോ ജോഗിങ്ങോ ചെയ്യണമെങ്കിൽ എങ്ങനെ ട്രാക്ക് ചെയ്യാന്നുള്ള ഇവിടുന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ റണ്ണിങ്, വാക്കിംഗ്, സൈക്ലിംഗ് ഈ 3 ആക്ടിവിറ്റീസേ സപ്പോർട്ടഡ് ഉള്ളൂ. വളരെ ബേസിക്കാണ്, കാര്യമായ വർക്കൗട്ട് മോഡ്സ് ഒന്നുമില്ല, ജസ്റ്റ് 3 മോഡേ ഉള്ളൂ. അപ്പോൾ ഈ 3 മോഡിൽ നമുക്ക് റണ്ണിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഇവിടെ സ്റ്റാർട്ടാവും. 3, 2, 1 എന്ന് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ടാവണം കാണാം. കണ്ടില്ലേ, ഇവിടെ സ്റ്റാർട്ടായി. ഇപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ടായി. ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, വാച്ചിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ആപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഫിനിഷ് ആകുമ്പോൾ ഇതിനകത്ത് കാണാം ഡീറ്റെയിൽസ്, പ്രസൻറ്റ്, ഹോൾഡ് ടു എൻഡ്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി സെഷൻ എൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആപ്പാണ്. ഫങ്ഷനാലിറ്റി വൈസ് വാച്ചിൻ്റെ ഫങ്ഷനാലിറ്റി അത്ര അധികം ഒന്നുമില്ല, വെറും ബേസിക് മോഡ്സ് മാത്രമേ ഉള്ളൂ. എങ്കിലും 2500 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ വാച്ച് കിട്ടുന്നത്. സ്മാർട്ട് വാച്ചാണ്, ബേസിക് ഫങ്ഷനാലിറ്റി ഉള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഈ വാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. വേർത്താണോ വേർത്തല്ലേ നിങ്ങൾക്ക് പറയാം. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്, ഈ വാച്ചിൻ്റെ ഒരു ഗീവ് അവേ വരുന്നുണ്ട്. എന്നാന്ന് ഞാൻ പറയുന്നില്ല, സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഗീവ് അവേൻ്റെ അലേർട്ട് കിട്ടത്തുള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഗീവ് അവേ ഉടൻ തന്നെ വരുന്നതാണ്. പ്രോബ്ലി ഈ വീക്കിൽ ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ്. ഈ വാച്ചും വേറെ കുറേ പ്രൊഡക്ട്സും കൂടി ഗീവ് അവേ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.